എടാ എല്ലാരും ഗ്യാങ്സ് തരും മീറ്റിംഗ് ഉണ്ട് അന്നേ നമ്മളങ്ങ് സസ്പെൻഷൻ മേടിച്ചു കൊടുത്തെന്ന് വിചാരിച്ചോടാ എല്ലാരും നമ്മളെ ഉണ്ടാക്കുന്ന ചിലവന്മാര് നമ്മളങ്ങ് ഗ്യാങ് ആയിട്ട് അല്ല ഇരുന്നപ്പോഴത്തേക്കേ കുറെ മാർക്ക് ചൊറിച്ചില് ചിലവന്മാർക്ക് നമ്മൾ ഏത് ഗ്യാങ് എന്ന് അറിയണം. അപ്പം കണ്ണാപ്പി പോയി നമ്മുടെ അല്ലടാ ഗ്യാങ്സ് കേരള ജോക്കറി എന്ത് വെച്ചാ കപ്പയോ കരിമീനോ എന്ത് വെച്ചാ അടിച്ചു കേറുവേ. ഞാൻ തെറ്റിന്ന് ഒരെണ്ണം എടുത്തു നീയോ? ഞാൻ 2 എടുത്തു. ഞാൻ എന്നാ 3 എടുത്തേ. 4 എടുക്കട്ടെ. ഞാൻ 4 എടുത്തേ. ഈ മാസൊക്കെ കണ്ടിട്ട് ഒരു 14 ദിവസത്തേക്ക് ഞാൻ മണക്കുന്നത്. എടാ ഹീലിങ്സ് ഒക്കെ എവിടെയാടാ ഇരിക്കുന്നേ? ഹലോ എടാ ഗ്യാങ് ഹൗസിൽ എവിടെയാടാ ഹീലിങ്സ് ഒക്കെ ഇരിക്കുന്നേന്ന്? എന്നാ ഉള്ളത് 2-3 എനിക്ക് ബോബയ്ക്ക് കൊണ്ട് തരുമോ? ആണോ? മേടിച്ചാലേ 49 ലക്ഷം വെച്ച് നമ്മളെല്ലാവരെയും എടുക്കുന്നതാണ്. 50 ലക്ഷം അല്ലേ കാര്യമുണ്ട് ചൂട്. നീയല്ലേ 40 എടുത്ത് ഞാനൊരു 40 എടുക്കട്ടെ. അപ്പൊ ബാൻ വരൂല. എന്താടാ മൂഡ് ഔട്ട്? നമ്മളങ്ങ് സസ്പെൻഷൻ മേടിച്ചു കൊടുത്തെന്ന് വിചാരിച്ചോടാ എല്ലാരും. നടന്ന് കേറാ പോയേ. നമ്മൾ അന്ന് ഇറങ്ങിയതാ, പിന്നെ ഇന്നല്ലേ കേറുന്നത്. ഞാൻ ഒരു മാസത്തോളം ആയല്ലടാ. ഞാൻ കൊറേ ആയി, മാസങ്ങളോ. ഞാൻ 6 മാസം കഴിഞ്ഞ് വന്നിട്ട് ആദ്യത്തെ ദിവസം സസ്പെൻഷൻ മേടിച്ചിരുന്നേ. പിന്നെ പോയേ നമ്മളെ ഉണ്ടാക്കുന്ന ചിലവന്മാര് നമ്മളങ്ങ് ഗ്യാങ് ആയിട്ട് അല്ല ഇരുന്നപ്പോഴത്തേക്കേ കുറെ മാർക്ക് ചൊറിച്ചില് ചിലവന്മാർക്ക് നമ്മൾ ഏത് ഗ്യാങ് എന്ന് അറിയണം. അപ്പം കണ്ണാപ്പി പോയി ഇന്നങ്ങ് തീർത്ത് അവർ നെയിം ഈസ് എന്നൊക്കെ പറഞ്ഞല്ലോടാ. സത്യം. നമ്മൾ എന്തായാലും 14 ദിവസം സസ്പെൻഷൻ മേടിച്ചു കൊടുത്തിട്ടാണേലും നമ്മളോട് ഒരു വാക്ക് ദേഷ്യത്തിന്റെ പുറത്ത് പറഞ്ഞെങ്കിലും അന്നൊരു ദിവസം അല്ല ഞാൻ പറട്ടെ. എടാ അന്നത്തെ ദിവസം വാസവണ്ണൻ നമ്മളോട് ദേഷ്യപ്പെട്ടുള്ളു. പിറ്റേ ദിവസം വാസവണ്ണൻ നമ്മുടെ അടുത്ത് എന്താ പറഞ്ഞത്? സ്നേഹത്തോടെ പറഞ്ഞേ. സ്നേഹത്തോടെ എന്നെ മോനേന്നല്ലാതെ വിളിച്ചിട്ടില്ല. എന്നെ മോനേന്ന് വിളിച്ചേ. വീട്ടിൽ വിളിച്ചു. ശരി ഇച്ചിരി ഫ്രണ്ടിൽ ഇച്ചിരി എന്തൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും മോനേന്ന് വിളിച്ച സ്നേഹത്തോടാണ്. അതിന്റെ ഫ്രണ്ടിലും ബാക്കിലും എന്ത് വന്നാലും അത് നമ്മള് നോക്കണ്ട. അതാ നമ്മുടെ അല്ലടാ കേൾക്കുന്നത് കേരള ജോക്കറി എന്ത് വെച്ചാ കപ്പയോ കരിമീനോ എന്ത് വെച്ചാ എല്ലാം ഓരോന്ന് വെച്ച് പോരട്ടെ. അടിച്ചു കേറുവേ. ഈ മാസൊക്കെ കണ്ടിട്ട് ഒരു 14 ദിവസത്തേക്ക് ഞാൻ മണക്കുന്നത്. പറഞ്ഞപ്പോഴേ കോമൺ ലോ ഇതിൽ ഇല്ലാത്തൊന്നും ഇല്ല കേട്ടോ. ഉണ്ട് കേട്ടോ. ഓരോന്ന് ചെല്ലെടുത്തോ. 15. അയ്യോ 15 എണ്ണം എടുത്ത് 375 എണ്ണം ആയിപ്പോയല്ലോ. എന്താ നീ എടുത്തേ? മെത്താഫിറ്റമിൻ എന്താടാ സാധനം? അതടിച്ചാൽ മേലോട്ട് കേറും. ആണോ? ഓ എല്ലാം ഓരോന്ന് വെച്ച് വരട്ടെ. എല്ലാം കപ്പയോ കരിമീനോ എന്താന്ന് വെച്ച് കഴിഞ്ഞാ മെത്താഫിറ്റമിൻ ഒരു 10 എണ്ണം എടുത്താൽ മതി. 10 മെറ്റാഫിറ്റമിൻ 10 എണ്ണം. ഞാൻ ഷീൽഡ് എടുത്ത് അതെവിടെ പോയി? ഇത്ര ഇവിടെ ഇരിപ്പുണ്ടായിരുന്നല്ലോ. 15. അതെന്തിന്റെ ആർമറാണല്ലേ? പോഷൻ ബേസ്. ഇത് ആർമർ. മെഡിക്കിറ്റ് ഒക്കെ ഉണ്ടല്ലോ. അത് യൂസ് ആവില്ല. ഞാനത് നമ്മളെ വണ്ടിയുടെ താക്കോലൊക്കെ ആരാണ് ഇതിന്റെ അകത്ത് കൊണ്ട് വെച്ചേക്കുന്നേ? ഇൻവെന്ററിന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി ഓരോരുത്തന്മാര് ഒപ്പിച്ച് വെക്കുന്നു. ഇതൊക്കെ നമ്മൾ പാസ്വേഡ് ഇല്ലെങ്കിൽ നമ്മൾ ഇതിനൊക്കെ ചീത്ത പറയണോ? അതെ ഒരു മീറ്റിംഗ് വിളിച്ചടാ.
എടാ എല്ലാരും ഗ്യാങ്സ് വന്നേരും മീറ്റിംഗ് ഉണ്ട് വന്നേ. എടാ എല്ലാരും ഗ്യാങ്സ് വന്നേടാ ടിവിയിലുള്ള. മന്ദാരം മുറിച്ചുണ്ടനാവാൻ വരെ തുപ്പിട്ടേക്ക്. ഓഷൻ ബേസ് ഗ്രൈൻഡിങ്. ഓറഞ്ച് വേണ്ട, ഓറഞ്ച് തിരിച്ച് അതേപോലെ വെച്ചോ. അത് ഓറഞ്ച് ഗ്രൈൻഡ് ചെയ്താലേ നീല കിട്ടത്തുള്ളു. ഓ അങ്ങനെയാണോ? ഓ അപ്പൊ ഹെൽത്തിന് എന്ത് ചെയ്യുന്നേ? ഹെൽത്തിന് ഒരു മെത്താവിറ്റാമിൻ അടിച്ചു നോക്കട്ടെ. ഓക്കെ, ഒരു മൈലും കേറുന്നില്ല. തിരിച്ച് അതേപോലെ വെച്ചോ. അതും ഗ്രൈൻഡ് ചെയ്ത്. ഇതൊക്കെ എന്തിനാണ് ഇവിടെ മേടിച്ച് വെച്ചേക്കുന്നത്? പോഷൻ ബേസ് ഞാൻ പറഞ്ഞ അടിച്ചു നോക്കട്ടെ. വെയിറ്റ്, അടിക്കാൻ പറ്റുന്നില്ലല്ലോടാ. പറ്റുന്നില്ലല്ലേ? അപ്പൊ വേണ്ട. സത്യം പറഞ്ഞ ഷോ മാത്രമേ ഉള്ളൂ, ഉപയോഗിക്കാൻ പറ്റുന്നൊന്നുമില്ല. ഒന്നുമില്ല, ആകെ രണ്ട് തോക്ക് ഉപയോഗിക്കാം. ഇവിടെ തോക്കില്ലേ അടയാൻ പറട്ടെ, ഈ ഗ്യാങ്ങിന് നമുക്ക് ഓരോന്നിടത്ത് വിറ്റാലോ? ഓരോന്നിടത്ത് വിറ്റ് കഴിഞ്ഞാൽ ആരും അറിയാം. ഓരോ കൗണ്ടായിട്ടാ കുറഞ്ഞെങ്കിൽ ആരും അറിയാൻ പോകുന്നില്ല. നമ്മൾ പറയുന്ന വലിയ സിറ്റിസൺസിനും കണ്ണ് 3 കോടി എന്ന് പറഞ്ഞാൽ 3 കോടി. അതിനപ്പുറം നോ ഡീൽ. മനസ്സിലായോ? ഇപ്പൊ ഞാൻ പറട്ടെ, പാസ്വേഡ് ദിവസം വന്നിട്ട് എഴുതി വന്നിട്ട് 1 2 എണ്ണി നോക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അതാരും ഇപ്പൊ ഞാൻ തെറ്റിന്ന് പറഞ്ഞോ അങ്ങ് എടുത്ത്. നീയോ? ഞാൻ 2 എടുത്ത്. ഞാൻ എന്നാ 3 എടുത്തേ. 4 എടുക്കട്ടെ. ഞാൻ 4 എടുത്തേ. 4 എടുത്ത്. ഞാൻ 4. എല്ലാം ഇടക്കേന്നും പറക്കേന്നൊക്കെ എടുക്കണേടാ കണ്ണാപ്പി. ഞാൻ താഴേന്ന് എടുത്തത്. താഴേന്ന് നമ്മ ആരും അറിയില്ല. ഇടയ്ക്കൊന്നും എടുക്കരുത്. ഗ്യാങ്സിന്റെ അകത്ത് നേരെ വാ. ഇവന്റെ ഈ ഓവർ മിനിയുണ്ടല്ലോ ഈ കുണ്ണയുടെ. ഈ കുണ്ണക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ചെറിയ എക്കോ വരുന്നുണ്ടേ. എനിക്കോ? കൊണ്ടടാ. ഇപ്പൊ ഉണ്ടോ? ഇപ്പൊ ഇല്ല. ചേട്ടാ ഇതിപ്പം അത് കുറച്ച് അതൊക്കെ പൊക്കോളൂ. ഇതിപ്പോ കയ്യിലെടുത്തെന്ന് പറഞ്ഞ എനിക്ക് ബാങ്ക് കിട്ടുന്ന കിട്ടട്ടെ. അല്ല ഇതിന് താമസോട്ട് തിരിച്ച് ബംഗലശ്ശേരിയിലോട്ട് പോവാം. അവന്റെയൊക്കെ സംസാരം കിട്ടും. ഇപ്പൊ അവനെ നേരിട്ടുണ്ട് തല്ലു കേട്ടോ. അവൻ തല്ലുവാണ്. ഇവന്മാർക്കൊക്കെ മനസ്സിലായോ? നമ്മളെ മാമനോട് ഉണ്ടെങ്കിലേ മനസ്സിലായോ ഇവന്മാർക്കൊക്കെ പേടി വരത്തുള്ളു. ഇത് കൊറേ എടാ ഇതിപ്പോ വാസവണ്ണ മീറ്റിംഗ് വിളിച്ചെങ്കിൽ ഇപ്പൊ എന്താണ് ഇങ്ങനെ കാണിക്കോ? നീയൊക്കെ പെട്ടെന്ന് ഒരു റെസ്പെക്ട് ഇല്ലായ്മ അല്ലേ പുതിയ പിള്ളേർക്ക്? അലിയ ഇത് നമ്മള് കുറച്ചാൾ ഇനാക്റ്റീവ് ആയിട്ട് റെസ്പെക്ടറാണ്. ആ മന്ദാരം ഉണ്ടല്ലോ അവരാതി പുണ്ടച്ചോൻ ആദ്യം മന്ദാരം വന്നില്ലേലും കുഴപ്പമൊന്നുമില്ലടാ. അല്ലടാ ഇവിടെ ജീവയിൽ അന്നൊന്നും ഗ്യാങ് റോൾ വെച്ചൊന്നുമല്ല. ആൾക്കാര് ഗ്യാങ് ഹൗസിൽ കയറുന്നോ റേഡിയോ നിൽക്കുന്നോ? മനസ്സിലായോ? ഗ്യാങ് മനസ്സിലായോ? ലിസ്റ്റിൽ പോലും വേണമെന്നില്ല. അവൻ ജീവയിലുള്ളതാണോ അവൻ കേറും. റേഡിയോയിലാണല്ലോ ഗ്യാങ് റോൾ. അത് മാസം ചെയ്യാൻ ഏറ്റുപിടി അതൊക്കെ അത്ര ഉള്ളു. കണ്ണാപ്പിന്ന് പറ റേഡിയോയില്. നീ തോക്കം തിരിച്ചുണ്ട്. ചെല്ലെ സമാധാനം തരത്തില്ല കേട്ടാ. എന്റെ ജീവിതം പുറത്തുപോയി. ഞാൻ എന്റെ ഉള്ള തോക്കൂടെ വെച്ച് എനിക്ക് സമാധാനം കിട്ടാനായിട്ട് കേട്ടാ. എന്റെ കയ്യിലുള്ള തോക്ക് വേണ്ട. തോക്ക് വേണ്ട. ആരും വരുവല്ലടാ പോവാ. സമാധാനമില്ല. എടാ കൊറേ എല്ലാരും വന്നേ. ആ ഓ അങ്ങനെ കോൺഫിഡൻസ് ഇല്ലായ്മയായിട്ട് ഇറങ്ങിപ്പോലെ.
ഈ വിളിച്ചപ്പോ ഞാൻ മാത്രമേ വന്നുള്ളൂ. ജൂഡ് ബാക്കി കുറുപ്പിനൊക്കെ എന്താ വിളിച്ചപ്പോഴും ഞാൻ മാത്രമേ പിള്ളേർക്കൊക്കെ വരാൻ ബുദ്ധിമുട്ടാണ്. എടാ പിന്നെ ഞങ്ങൾ ആരോടാ ഫ്രണ്ട് നിൽക്കുന്നത്? ആ അതെ. ഈ റേഡിയോയിലുള്ള ഇനി ആരാ വരാത്തെന്ന് പറഞ്ഞേ? ലോലൻ വന്ന് എത്തിയിട്ടില്ലല്ലോ. കേക്കാവോ? ഹലോ ലോലൻ. ഇല്ല ലേഫ്റ്റ് ആയിരിക്കും. വിട്ടാരെ ഇപ്പൊ എത്ര ഉണ്ട്? മോബി മംഗലശ്ശേരി 3 ആ കറക്റ്റ്. അപ്പൊ നമ്മളിന്ന് ഇവിടെ വിളിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാ ആ ലോക്കർ കണ്ടോ? അവിടെ കണ്ടല്ലോ. അത് കാണാൻ വെച്ചേക്കുന്നല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഗ്രൈൻഡ് ചെയ്ത് വലിക്കാനും പിടിക്കാനും ഒക്കെ എന്തെങ്കിലും. അല്ല ഇപ്പൊ പെട്ടെന്ന് ഇപ്പൊ ഒരു ഫൈറ്റ് വരുക. ഈ ആർമർ ഉണ്ട്. മറ്റേ ഇത് ആരുണ്ടാക്കും? നമ്മൾ ഉണ്ടാക്കണോ? എന്തായാലും ഇനി ആവർത്തിക്കത്തില്ലെന്ന് പറയണേ. എന്താടാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോടാ? ഇരിക്കുന്നത് ബുദ്ധിമുട്ടുണ്ടോ? ഇറങ്ങാം. ഇപ്പൊ ഈ ടി വി ഇറങ്ങാം. ഇവിടുന്ന് ഇറങ്ങുന്നവരെല്ലാം ടി വി ഇറങ്ങിക്കോണം. പോട്ടെ. ആണല്ലേ? ഓക്കെ. ഇവിടുന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മളെ പിള്ളേരൊക്കെ പോയാലേ ഇനിയിപ്പോ നമ്മള് നിങ്ങളായിട്ടൊരു ബന്ധം കാണൂല. എന്നെ ഒന്ന് തൊട്ടാപ്പോഴും നീ ചോദിക്കാൻ പറഞ്ഞോടാ. എടാ ഞാനൊക്കെ ചത്തിടന്നാ പോലെ നീ ഒന്ന് തിരിച്ചു നോക്കാൻ പോക്കോളാം. പോയടാ അവന്മാര്. ഞാൻ പറയട്ടെ, നമുക്ക് എവിടെയെങ്കിലും പോയി ചാവാം. എന്നിട്ടേ അവന്മാര് വരുമെന്ന് നോക്കാടാ. അവന്മാര് വരുമെന്ന് നോക്കാം. സ്നേഹം ഉണ്ടോന്ന് അറിയാലോ. അമ്മരാടാ കുണ്ണാള് വിഷമിച്ചിറങ്ങിപ്പോ ചിരിക്കുന്നുണ്ടാ കുണ്ണാള്. തിരിച്ചു കൊടുക്കുന്നു പോയി. വേണ്ടടാ, അവരുടെ വണ്ടിയിലൊന്നും കേറണ്ടാ. ചെലപ്പോ തല്ലും. ഇറങ്ങടാ എണ്ണാപ്പി, ഇറങ്ങ. എണ്ണാപ്പി തല്ലുകൂടാ അവര്. ഇറങ്ങടാ. പ്രാങ്ക് എണ്ണാപ്പി 2.3 തുപ്പും കണ്ണ. കണ്ണാപ്പി അൺലോക്ക് ഇറങ്ങടാ. അവന്മാര് അൺലോക്ക് ചെയ്ത് പറ. അവൻ എടാ ഇറങ്ങടാ. നിന്നെ ഇവിടെ വെച്ച് കൈ വെക്കുന്നതിട്ട് എനിക്ക് കാണാൻ വയ്യടാ. ഇറങ്ങ കണ്ണ ആപ്പിയല്ലേ ഇതിനു മുമ്പ് ഒരു ജീപ്പേ ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ണ. കണ്ടില്ല ബ്രോ. അമൽക്കുറോ താങ്ക്സ് 222 രൂപ ജീപ്പേ ആൻഡ് 57 രൂപ ജീപ്പേ. താങ്ക്സ് ബ്രോ. അൺലോക്ക് തമാശ കളിക്കില്ലാടാ. ഒന്ന് അൺലോക്ക് ലോക്കൊന്നല്ലോ ഇത്. ലോക്ക ആറ് വണ്ടി ലോക്ക് ചെയ്യണം. അൺലോക്ക് ചെയ്യാം. നമുക്ക് പോകാം. വണ്ടിയാണേ ഇത്. പിന്നെ ഞാൻ കേറുമ്പോഴത്തേക്ക് വണ്ടിയൊക്കെ ഓപ്പൺ ആണ്. ദേഷ്യം വരിപ്പിക്കുന്നില്ലാടാ. ഓ അൺലോക്ക് ഓവയാടാ. അതെ ഞാനേ ആദ്യം ഗ്യാങ്ഡർ സൂര്യൻ ഇട്ട പരിപാടി ചെയ്യാവുള്ളേ. ഇല്ല അന്നത്തെ പോലെ നമ്മൾ ഫ്ലോപ്പായി പോകേ. കിട്ടും അവന്റെ പ്രാങ്കേ. എടാ എന്തായാലും നീയൊക്കെ ചത്തിടന്നാ നമ്മള് ചാവുമെങ്കിൽ പോലും നിന്റെയൊക്കെ അവനൊരടി തിരിച്ചു കൊടുത്തിട്ട് അല്ലടാ. അതിപ്പോ FRP പോലും നോക്കാതിരിക്കണോ ഞാനൊക്കെ അവനെ അടിക്കുന്നേ. അങ്ങനെ വളർന്നവന്മാരാടാ ഞാനിപ്പോ. നിനക്കൊക്കെ നമ്മളെന്തേലും പറയുമ്പോ നീയൊക്കെ ഇങ്ങനെയാണെങ്കിലടാ. അല്ല നന്ദിയില്ലടാ. ഓടാ വണ്ടി സംസാരിക്കണ്ട.